ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രൂരു എന്ന കഹാനിയാണ് അല്ലേ, കഥാഭാഗമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ആ പാഠഭാഗത്തെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഒന്ന് വായിച്ചേ. കിസ്നെ കഹ, ആര് പറഞ്ഞു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് താഴെയായിട്ട് കണ്ടോ 3 ഡയലോഗ്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ ഡയലോഗും ഏത് ചിത്രവുമായിട്ടാണ് യോജിക്കുന്നത് എന്ന രീതിയിൽ വേണം എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, കിസ്നെ കഹ, ആര് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ഡയലോഗ്സ് ആണ്, ഇത് ആരൊക്കെ തന്നു എന്നാണ്. അപ്പോൾ കഥാഭാഗം വളരെ ശ്രദ്ധിച്ചിരുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മറുപടി അല്ലെങ്കിൽ ഉത്തരം എഴുതാനായിട്ട് പറ്റുന്നതാണ്. നോക്കിക്കേ, ആദ്യത്തെ എന്താ, ചിടിയ അല്ലേ. ചിടിയ നമുക്ക് നോക്കാം. ഈ ഡയലോഗ്സിൽ ഏതായിരിക്കും ചിടിയ പറയുന്നത്? ആദ്യം ഞാൻ വായിച്ചു തരാം. മേരാ കൊയ് ദോസ്ത് നഹീം. മേരാ, എനിക്ക്, കൊയ് ദോസ്ത് നഹീം, ഒരു ഫ്രണ്ട്സുമില്ല. ദോസ്ത് എന്താണ്, കൂട്ടുകാരല്ലേ. എനിക്ക് ഒരു കൂട്ടുകാരും ഇല്ല. അടുത്ത നോക്കിക്കേ, ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ. മേരാ ഹോംസല ബിഹർ ഗയാ ഹെ, എൻ്റെ കൂട് തകർന്നു പോയി. ഇനി നോക്കിക്കേ, ആരായിരിക്കും ഓരോ സെൻറ്റൻസ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചിടിയല്ലേ ആദ്യം ഇവിടെ ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, മേരാ ഹോംസല ബിഹർ ഗയാ ഹെ, ഇതാണ് ചിടിയ പറഞ്ഞത് അല്ലേ. ചിടിയല്ലേ പറഞ്ഞത് എൻ്റെ കൂട് തകർന്നു പോയി എന്ന് കൊടുങ്കാറ്റൊക്കെ വീശിയിട്ട്. അപ്പോൾ അതാരാ, ആർക്ക് നേരെ എഴുതേണ്ടത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. മേരാ ഹോംസല ബിഹർ ഗയാ ഹെ, കണ്ടോ, എൻ്റെ പക്ഷിക്കൂട് തകർന്നു പോയി. അടുത്തത് നോക്കിക്കേ, അടുത്തത് ആരാ ഇവിടെ? നമുക്കറിയാം അല്ലേ, രൂരു ആണ് അല്ലേ, കങ്കാരുവിൻ്റെ കുഞ്ഞാണ് രൂരു. രൂരു പറയുവാണ്, എന്തായിരിക്കും പറയുന്നത്? മേരാ ഹോംസല ബിഹർ ഗേഹ, അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് 2 സെൻറ്റൻസ് നോക്കിയാൽ മതി. ഒന്ന്, മേരാ കൊയ് ദോസ്ത് നഹീം, എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല. ബാഹർ ജാക്കർ ദോസ്ത് ബനാവു, പുറത്തു പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ എന്നാണ്. ഇതിൽ ആരൊക്കെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. രൂരുവിനെ എടുക്കുക അല്ലേ. രൂരുവിലെ രണ്ടാമത്തെ പിക്ചറിൽ വരുന്നത്. നോക്കിക്കേ, വായിച്ചേ. മേരാ കൊയ് ദോസ്ത് നഹീം ഹേ, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല അല്ലേ. ഇതാരാ പറയുന്നത്? രൂരു ആണ് പറയുന്നത് അല്ലേ. അതോ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമെന്നാണോ പറയുന്നത്? അല്ല അല്ലേ, മേരാ കൊയ് ദോസ്ത് നഹീം എന്ന് രൂരു പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചേ. മേരാ കൊയ് ദോസ്ത് നഹീം ഹേ, എനിക്കൊരു ഫ്രണ്ട്സും ഇല്ല. അടുത്ത നോക്കിക്കേ, ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയിട്ട് നീ കൂട്ടുകാരെ ഉണ്ടാക്കൂ എന്ന് പറയുക. ആരാ പറയുന്നത്? അമ്മയാ പറയുന്നത് അല്ലേ, രൂരുവിൻ്റെ അമ്മ. അപ്പം നമുക്ക് നോക്കാം. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, രൂരുവിൻ്റെ അമ്മ പറയുന്നു. ഓക്കെ അല്ലേ? കണ്ടോ, മെരാ ഹോംസല ബിഹർ ഗയാ ഹേ, ചിടിയ പറയുന്നു. രൂരു പറയുന്നു മെരാ കൊയ് ദോസ്ത് നഹീം ഹേ. രൂരുക്ക് മാ പറയുന്നു, എന്താ, അമ്മ പറയുന്നു, ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, നീ പുറത്തു പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ. ഓക്കെ, അപ്പോൾ ആ ആക്ടിവിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് നമുക്ക് പോകാം. അടുത്തത് നോക്കിക്കേ, അമ്മ കെ പാസ് പഹുഞ്ചായേ ലിഖേ, അമ്മയുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ പഠിച്ചു, കങ്കാരുവിൻ്റെ കുഞ്ഞിനെ എന്ത് പറയും? കണ്ടോ, നോക്കിക്കേ, ജോയിസ് എന്ന് പറയും അല്ലേ. അതുപോലെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, കുത്ത അല്ലേ, ഈ ബ്ലൂവിൽ വരച്ചിട്ടിരിക്കുന്നതാണ്. നോക്കിക്കേ, കുത്ത അല്ലേ, നായയുടെ കുട്ടിയെ നമ്മൾ എന്തെന്ന് പറയും? പില്ല. കണ്ടോ, അപ്പോൾ നായയുടെ കുഞ്ഞിൻ്റെ നേർക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ കളറാണ്, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ അടുത്ത മൂന്നാമത്തെ നോക്കിക്കേ, ബില്ലി, റെഡ് ഇങ്കാണേ. ബില്ലിയുടെ കുഞ്ഞിനെ എന്തെന്ന് പറയും? ബിലൗട്ട. അടുത്തത് നോക്കിക്കേ, മുർഗി, കോഴി അല്ലേ, കോഴിയുടെ കുഞ്ഞിനെ നമുക്ക് ചൂസ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ കങ്കാരുവിൻ്റെ ജോയിസ് ആണ്, കുത്തയുടേത് എന്താ, പില്ലയാണ്, ബില്ലിയുടെ ബിലൗട്ടയാണ്, മുർഗിയുടേത് എന്താണ്, ചൂസ. വായിച്ചേ, ചൂസ, ബിലൗട്ട, ജോയിസ്, പില്ല. ഓക്കെ അല്ലേ? ഇത് എക്സാമിന് ചോദിക്കുവേ, പഠിച്ചു വച്ചേക്കണം. ഓക്കെയാണ്. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പോകാം. നിങ്ങളോട് ചോദിക്കുന്നത് പഹച്ചാനെ ക്രമമേ ലിഖേ, ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ക്രമമായിട്ട് എഴുതുക, ഓർഡർ അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓർഡർ ഇല്ലാതെ തന്നിട്ടുള്ളത്, അതിനെ ഓർഡറായിട്ട് എഴുതുക. ഓക്കെ, ആദ്യത്തെ നോക്കിക്കേ, രൂരുക്കോ കൊയ് ദോസ്ത് നഹീന്ത, രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, രൂരു
പക്ഷിയുടെ പുറകെ തന്നെ നടക്കുകയായിരുന്നു. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രഹിലിയ. അമ്മ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ ജേബിൽ വച്ചിരുന്നു. രൂരു അമ്മീക്കെ ജേബ് സെ സിർ നികാല. രൂരു അമ്മയുടെ ജേബിൽ നിന്ന് തല പുറത്തോട്ടിട്ടു. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. ചിടിയ രൂരുവിന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടയത്തെ. കുട്ടികൾ തറയിൽ ബോധരഹിതമായിട്ട് കിടക്കുകയായിരുന്നു. രൂരു ഏക്ക് കങ്കാരു ക ബച്ചാത്ത. രൂരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. നമുക്കറിയാമല്ലേ, ഫസ്റ്റ് ഇവർ തന്നിട്ടുണ്ട് രൂരു ഏക്ക് കങ്കാരു ക ബച്ചാത്ത. അതാണ് നമ്മുടെ തുടക്കം അല്ലേ, ആദ്യം പറയുന്നത്. ഓരോ ഇൻസിഡൻറ്റ് ക്രമമായിട്ട് ഏതാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഇതിൽ നിന്ന് രണ്ടാമത് വരുന്നത് രൂരു ക കൊയി ദോസ്തു നഹീം ഥാ. കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, രൂരു അമ്മയുടെ അല്ലേ, അമ്മ പറഞ്ഞ കഥാഭാഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മക്കളെ നീ എന്ത് ചെയ്യുക, പുറത്ത് പോവുക, കൂട്ടുകാരെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ആ സമയത്തേക്ക് രൂരു പതിയെ തല പുറത്തിട്ട് നോക്കുന്നുണ്ട്. ആ പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, പാഠഭാഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ളവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കിക്കേ അടുത്തത്. രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല. അടുത്തത് നോക്കിക്കേ, കണ്ടോ, അത് കഴിഞ്ഞിട്ട് പക്ഷിയെ കാണുന്നു, പക്ഷിയുടെ പുറകെ നടക്കുന്നു രൂരു. അതാ രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട. കണ്ടോ, രൂരു ചിടിയുടെ പുറകെ പോയി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടയത്തെ. അപ്പോഴാണ് ആ ചിടിയുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അതാണ് ബച്ചെ ജമീൻ പർ ബേഹാൽ പടയത്തെ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബമേ രഹിലിയ. പിന്നീട് രൂരുവിൻ്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്യുന്നു, കുട്ടികളെ അമ്മയുടെ ജേബിനകത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തത് ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ചിടിയ വളരെ സന്തോഷത്തിൽ നമ്മുടെ രൂരുവിന് എന്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. അപ്പോൾ ഇതാണ് ഓർഡർ. ഓക്കെ, വായിച്ചോണം. അടുത്ത നോക്കിക്കേ, സബേരേഹി സാരേ മിത്രമായി. രാവിലെ ആയപ്പോഴത്തേനും എല്ലാ കൂട്ടുകാരും വന്നു. ചിടിയാസെ ബാത്തേം കർണയിലേക്ക്. അപ്പോൾ പക്ഷിയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അല്ലേ, ആ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക്. ബാച്ചി താകെ ബെഡായി എന്ന് വെച്ചാൽ എന്താണ്, ബാച്ചീത്ത് അവർ ഒരെണ്ണം തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കിക്കേ, ചിടി അല്ലേ, പക്ഷി എന്താണ്, കങ്കാരുവിൻ്റെ ജേബിനകത്ത് പക്ഷിയും പക്ഷിക്കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സുഖകരമായിട്ടിരുന്നു. അതിനുശേഷം മൃഗങ്ങളെ കാണുവാണ്, ബാക്കിയുള്ള ജാൻവർ മൃഗങ്ങളെ എല്ലാവരെയും കാണുന്നുണ്ട്. അതിന് ശേഷമുള്ളതാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യം ഹാത്തി പറയും, കങ്കാരുക്ക് ജേബുമേ കേസാരഹ. കങ്കാരുവിൻ്റെ ജേബിൽ നീ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ചിടിയ, എല്ലാത്തിൻ്റെ മറുപടിയും ചിടിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഓരോ ജീവിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. അപ്പോൾ പക്ഷിക്കുഞ്ഞ് പറയുന്നുണ്ട്, ഹം സബ് അച്ചി തരവ് സോയേ. ഞങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് ഉറങ്ങി. സോയ എന്ന് വെച്ചാൽ എന്താ, സോന ഉറങ്ങുക. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് നമ്മളെല്ലാവരും വളരെ നന്നായിട്ട് ഉറങ്ങി. മേണ്ടക്, മേണ്ടക് എന്താ, തവള. നോക്കിക്കേ, ക്യാ ആപ്കോ ഡർ നഹീ ലഗേഗാ. എന്താ, നിനക്ക് പേടിയൊന്നും തോന്നിയില്ലേ, ഇങ്ങനെ അതിനകത്ത് കിടന്ന സമയത്ത് നിനക്ക് പേടിയൊന്നും തോന്നിയില്ലേ എന്ന് ആര് ചോദിക്കുവാണ്, മേണ്ടക്ക് ചോദിക്കുന്നു. അപ്പോൾ ചിടിയ പറയുന്നു, നഹി വഹ ഹതര നഹീന്താ. ഇല്ല, അവിടെ ഹതര എന്ന് വെച്ചാൽ എന്താ, ആപത്ത്, ഒരു അപകടവും തന്നെ നഹീം ധ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഭാലു പറയും, കങ്കാരുക്ക് ജേബ് കേസി ധി. കങ്കാരുവിൻ്റെ ജേബ് എങ്ങനെയുണ്ടായിരുന്നു. അതിനൊരു അതിശയമാണല്ലേ, ഞങ്ങൾ പുറമേ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, നീ അതിനകത്ത് ഉണ്ടായിരുന്നു രാത്രി ഫുള്ള്. അപ്പോൾ ചോദിക്കുക, കങ്കാരുക്ക് ജേബ് കേസി ധി. കങ്കാരുവിൻ്റെ ജേബ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിടിയ പറയാണ്, നർമോർ മുലായം. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണല്ലേ, എന്താ, വളരെ സോഫ്റ്റാണ്, മൃദുലമായതെന്നാണ് പറയുന്നത്. അപ്പം മുറുകി കോഴി ചോദിക്കുന്നത്, കൽ രാത് തും ലോഗ് ക്യാ കർ രഹേ ഥേ. കൽ ഇന്നലെ, നാളെ എന്ന മീനിങ് ഉണ്ട്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ കൽ ഇന്നലെ എന്ന മീനിങ് ആണ് എടുക്കുന്നത്. ഓക്കെ, കൽ രാത് തും ലോഗ് ക്യാ കർ രഹേ ഥേ. ഇന്നലെ രാത്രി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുമായിരുന്നു, അതിനകത്ത് എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ചിടിയ പറയുക, ഹം ബഡേ ഖുഷ് ഹോക്കർ ഗാ രഹേ ഥേ. നമ്മൾ വളരെ സന്തോഷമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. രൂരുവിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ചിടിയോട് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിടിയ പറയുന്നു, ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോവാം. നോക്കിക്കേ, ലിഖേ ക്യാ ക്യാ ദേഖേ. എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ കാണുന്നത് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രൂരു അവിടെ ഇരുന്ന് പറയുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ,
दुनिया कितनी बड़ी कितना सुंदर कितने सारे रंग ആവാസ് സെയിം കിത്നി ഖുഷ്ബു. എന്താണ്? വലിയ ലോകം എത്ര സുന്ദരമാണ്, ഒത്തിരി നിറത്തിലുള്ളതും ശബ്ദത്തിലുള്ളതും ഒത്തിരി സുഗന്ധവുമായിട്ടുള്ള ലോകമാണ് എന്ന് രൂരു പറയുന്നുണ്ട്. ഇനി നിങ്ങളോട് പറയുന്നുണ്ട്, കണ്ടോ ഈ സൈഡിലായിട്ട് ഓരോ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതിനെല്ലാം കൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു വിവരണം എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്ന സമയത്ത് ആദ്യം എന്ത് കൊടുക്കണം? ശീർഷകം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. എന്താ ഹെഡ്ലൈൻ കൊടുക്കുക എന്നാണ്. ഓക്കെ, നമ്മൾ എഴുതുമ്പം എന്തിനെക്കുറിച്ചാണ് എന്നതുള്ളത് ഒരു ഹെഡ്ലൈനായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് വിവരണം മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ആദ്യം കാണുമ്പോൾ തന്നെ ആകർഷകമായിട്ട് തോന്നുന്നത് അതിൻ്റെ ഹെഡ്ലൈൻ ആയിരിക്കും അല്ലേ? അത് കാണുമ്പോഴല്ലേ നമ്മളത് വായിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ലേഖനം വിവരണം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു തലക്കെട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താ? സുന്ദർ പ്രകൃതി, സുന്ദരമായിട്ടുള്ള പ്രകൃതി എന്ന ഒരു തലക്കെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഓരോ പിക്ചറിൽ നോക്കുമ്പോൾ ഓരോന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ കണ്ടോ, മഴ പെയ്യുന്നതുണ്ട്, പൂവുണ്ട്, സൂര്യൻ ഉദിച്ചു വരുന്നതുണ്ട്, ഒരു പുഴയുണ്ട്, അതിനടുത്തൊരു വീടുണ്ട്, പിന്നെ എന്താ, ഒരു ചിടിയ അല്ലേ മരത്തിലിരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ഇതിനെയൊക്കെ വിവരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ആസ്മാൻ മേ ബാദൽ ഹെ പാനി ബർസ്താ ഹെ. ഈ ഒരു പിക്ചറാണല്ലേ, കണ്ടോ ആകാശത്ത് എന്തുണ്ട്? മേഘങ്ങളുണ്ട്, മഴ പെയ്യുന്നു. പാനി ബർസന എന്ന് വെച്ചാൽ മഴ പെയ്യുന്നു, വെള്ളം പെയ്യുന്നു, അതായത് മഴ പെയ്യുന്നു എന്നാണ്. നോക്കിക്കേ, പഹാഡോ കെ ബീച്ച് സെ സൂരജ് നികൽ രഹാ ഹെ. കണ്ടോ, പഹാഡ് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും ആരാ വരുന്നത്? ആരെ നമുക്ക് കാണാൻ പറ്റുന്നത്? നോക്കിക്കേ, സൂരജ് അല്ലേ, സൂര്യനെ കാണാൻ പറ്റുന്നത്. ഇനി ബഗീച്ചെ മേ ബഹുത് സാരെ ഫൂൽ ഹൈ. ബഗീച്ച എന്ന് വെച്ചാൽ എന്താ? പൂന്തോട്ടത്തിൽ ബഹുത് സാരെ ഫൂൽ ഹെ, ഒത്തിരി പുഷ്പങ്ങളുണ്ട്, ഒത്തിരി പൂക്കളുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. നദി ബഹ് രഹി ഹെ, നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നദിയുടെ അടുത്ത് എന്തുണ്ട്? കണ്ടോ, കിനാരയേക്ക് എന്താ ഉള്ളത്? ഘറാണല്ലേ, അല്ലെങ്കിൽ അവിടെ ഒരു ഗാവുണ്ട് പറയുന്നുണ്ട്. അപ്പം നദി ബഹ് രഹി ഹെ, നദിക്ക് കിനാരെ ഗാവ് ഹെ, ഗ്രാമമുണ്ട്, ഗ്രാമം അല്ലേ, വീടുകൾ ചേർന്നിട്ടുള്ളതാണ്. പേട് പർ ചിടിയ ബൈഠത്തി ഹെ. കണ്ടോ, ലാസ്റ്റ് നമ്മൾ കണ്ടതാണല്ലേ, പേട് പർ ആരാ ഇരിക്കുന്നത്? ചിടിയ, പക്ഷി ഇരിക്കുന്നുണ്ട്. ആ പക്ഷി എന്താ ചെയ്യുന്നത്? ചിടിയ ഗാ രഹി ഹെ, പക്ഷി എന്ത് ചെയ്യുന്നു? പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദുനിയ ബഹുത് സുന്ദർ ഹെ, ലോകം വളരെ മനോഹരമാണ്. ഓക്കെ അല്ലേ? ഇത് വായിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇനി നോക്കിക്കേ, ഇതിൽ കണ്ടോ വിവരണത്തിൽ ശീർഷക് ഹെ, ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശീർഷക് ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താ? സുന്ദര പ്രകൃതി, അത് കൊടുത്തിട്ടുണ്ട്, ടിക്കിട്ടിട്ടുണ്ട്. ദൃശ്യമൊക്കെ വിവരൺ ഹെ അല്ലേ, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളല്ലേ ഇതിൽ വിവരിച്ച് വെച്ചിട്ടുള്ളത്, അത് ടിക്കിട്ടിട്ടുണ്ട്. ഉചിത് ഭാഷ ഹെ. അടുത്ത ചോദ്യം നോക്കിക്കേ, പോസ്റ്റർ തയ്യാറാക്കരെ. നിങ്ങളോട് എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ, മുന്നേയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് നോക്കാം. ഒരു തീം തന്നിരിക്കും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള തീം എന്താ? അന്തർരാഷ്ട്രീയ മിത്രത ദിവസ്, അതായത് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജൂലൈ 30. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം? ആദ്യം സന്ദേശവാക്യ ഹെ. സന്ദേശവാക്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അതിൽ മെയിനായിട്ട് എഴുതുന്ന വാക്യം. ആകർഷകത ഹെ അല്ലേ, എപ്പോഴും വളരെ ആകർഷകമായിട്ട് വേണം പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട്. താരീഖ് ഹെ, താരീഖ് എന്ന് വെച്ചാൽ എന്താ? ഡേറ്റ് വേണം അല്ലേ. നമുക്കിവിടെ നോക്കാം, കണ്ടോ, ഡേറ്റ് വേണം, എന്നാണെന്ന് നമുക്കത് മെൻഷൻ ചെയ്യണം. ജൂലൈ 30 അല്ലേ. 30 ഹിന്ദിയിൽ എന്താ? തീസ് എന്ന് പറയും. ജൂലൈ 30 അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസമാണ്. അപ്പം ഡേറ്റ് എഴുതി, ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഏത് തീമാണെന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതണം. അതിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആക്കുന്ന രീതിയിൽ, ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് എഴുതണം. സച്ചാ ദോസ്ത് വഹി ഹെ ജോ മുഷ്കിൽ വക്ത് മേ സാത്ത് ഹടാ രഹ. എന്താ? യഥാർത്ഥ കൂട്ടുകാരൻ എങ്ങനെയാ? നമ്മുടെ മുഷ്കിൽ വക്ത് എന്ന് വെച്ചാൽ എന്താ? മോശമായിട്ടുള്ള സമയം അല്ലെങ്കിൽ നമ്മുടെ സങ്കടകരമായിട്ടുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലേ. സാത്ത് ഹടാരഹ, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എഴുതുന്നു, സബ്കോ അന്തർരാഷ്ട്രീയ മിത്രതാ ദിവസ് കി ഹാർദിക് ശുഭകാമനായി.
എല്ലാവർക്കും ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നുകൂടി എഴുതിയിട്ട് നമ്മൾ നിർത്തുന്നു. കണ്ടോ, പോസ്റ്റ് എഴുതുമ്പോൾ ഒരു ബോക്സിൽ അല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, ബോർഡറൊക്കെ കൊടുത്തിട്ട് വേണം, ആകർഷകമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം. താങ്ക്